കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോലീസിലുണ്ടായ ഭിന്നത പരിഹരിക്കാൻ തിരക്കിട്ട നീക്കം. മേലുദ്യോഗസ്ഥനുമായുണ്ടായ ഭിന്നതയെ തുടർന്ന് അവധിയിൽ പോയ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇന്ന് ജോലിയിൽ പ്രവേശിക്കും. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷവും തുടർന്നുണ്ടായ തർക്കവും പോലീസ് സേനയ്ക്കുള്ളിൽ അവമതിപ്പുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഉന്നത തലത്തിൽ ഇടപെടൽ ഉണ്ടായത്. മെഡിക്കൽ അവധിയിൽ പോയ ഇൻസ്പെക്ടർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ദിവസം സംഘർഷം തടയാൻ ഇടപെടാതിരുന്ന ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് കമ്മീഷണറോട് ഇൻസ്പെക്ടർ കയർത്ത് സംസാരിച്ചിരുന്നു. പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് മേലുദ്യോഗസ്ഥനോട് കയർത്തത് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നായിരുന്നു ഉന്നത തലത്തിലെ വിലയിരുത്തൽ. ഇൻസ്പെക്ടറെ അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റാനും ധാരണയായിരുന്നു. ഇത് ഉദ്യോഗസ്ഥർക്കിടയിൽ അഭിപ്രായ ഭിന്നത ശക്തമാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വോട്ടർമാർക്ക് സുരക്ഷയൊരുക്കാൻ ഹൈക്കോടതി 3 ദിവസം മുന്നേ നിർദ്ദേശം നൽകിയിരുന്നു. 248 പോലീസുകാരെ വിന്യസിച്ചിട്ടും പോളിംഗ് സ്റ്റേഷനു മുന്നിൽ 4.5 മണിക്കൂറോളം സംഘർഷം തുടർന്നത് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. 11 കേസുകളാണ് പോലീസ് ഇതിനകം രജിസ്റ്റർ ചെയ്തത്. 16 പരാതികൾ കൂടി ഇരുവിഭാഗവും നൽകിയിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് സൂചന. ജനം, കോഴിക്കോട്.